ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ മീൻ കറിയുടെയും മീൻ ഫ്രൈയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പിന്നെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ റോഹു എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. റേഹു എന്ന് പറയും ഹിന്ദിയിലൊക്കെ. റോഹു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ഇത് പുഴയിലെ മീനാണ്, പുഴമീനാണ് കേട്ടോ. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഇന്ന് കറി വയ്ക്കുന്നത്. ഒരു 1/2 കിലോ റേഹു എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വെച്ചാൽ. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളതാണ് ഇതാ 2 നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ജിഞ്ചർ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുക. പിന്നെ കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീൻ കറിയിലേക്ക് വെളിച്ചെണ്ണ വേണം അത്യാവശ്യം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് മൂക്കട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മൂക്കട്ടെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ അത് നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉലുവയുടെയും കടുകിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കിടന്ന് ഈ എണ്ണയിലൊന്ന് വാടട്ടെ. വെളിച്ചുള്ളിയൊക്കെ നല്ല ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് അതിലേക്കുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളി കുറച്ചൊക്കെ ഇങ്ങനെ നല്ലപോലെ. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഇതള് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് മീൻ കറിയിലേക്കുള്ള മസാലകളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ നമ്മുടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് ആണ് കേട്ടോ. ഉപ്പും ഇവിടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക എല്ലാവരും. എരിവൊന്നും കൂടരുത്, പാകത്തിനാവണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ മസാലക്കൂട്ടുകളെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതെല്ലാം ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ലപോലെ ഒരു കളർഫുൾ ആവണം. അപ്പോൾ ഈ മസാലകളെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഇവിടെ 2 അല്ലി കൊടംപുളിയാണ് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക്. അത് ഞാൻ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, അതെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രാണികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴുകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനത് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, 2 ചെറിയ കുടംപുളി. ഇനി അത് ഇതിലേക്ക്
ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുടംപുളി അത്ര ഈ 2 എണ്ണം എന്ന് പറഞ്ഞാൽ വലിയ പുളി ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നാടൻ പുളി വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുളി, വാളൻ പുളിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കുടംപുളിയുടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ കൂട്ടി ഇളക്കി അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് പിന്നീട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ റേഹു മീനായതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കട്ടിയുള്ള മീനാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിടും. ഞാനിവിടെ പിന്നെയും 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഗ്രേവി പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി മീൻ കഷ്ണങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചത് എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ചേർത്തതിന് ശേഷം തവി വെച്ച് ഇളക്കുമ്പോൾ ഇങ്ങനെ പൊടിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം മസാല പിടിക്കണമല്ലോ ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് അത് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല പോലെ ഒന്ന് തിളച്ച് വേവാനുണ്ട്. ഈ റേഹു മീൻ ഒന്ന് കട്ടിയുള്ളതാവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അടച്ച് വെച്ചത് തുറന്നു, തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ മൂടി എടുത്ത് മാറ്റിയിട്ട് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അതേപോലെയാണ്. ഇനി എത്ര കണ്ട് നിങ്ങൾക്ക് വെള്ളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം. കറി വേണ്ടവർക്ക് കുറച്ച് കറിയാക്കിയിട്ട് എടുക്കാം, അല്ലാത്തവർ. അപ്പോൾ മീൻ കറി പിന്നെയും നല്ല തിളച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പും അതുപോലെ കുറച്ചുകൂടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച്. അപ്പോൾ കളറും എരിവൊക്കെ വേണം എന്നൊക്കെ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പെല്ലാം നോക്കിയപ്പോൾ ഉപ്പും മുളകും എല്ലാം തുല്യമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. മുളകും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം വേണ്ട കറിയാക്കാം. ഞാനിവിടെ വല്ലാതെ വെള്ളം ആക്കിയിട്ടില്ല. ഒരു മീനിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പാകത്ത്. ഇനി ഈ മൺചട്ടിയിൽ തന്നെയാണല്ലോ, അപ്പോൾ ഇതിലിരുന്നും കുറച്ച് കുറുകാം ഇത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് വരും ഈ മൺചട്ടിയിലിരുന്നിട്ട് ഇന്ന്. അപ്പോൾ മീൻ കറി അങ്ങനെ റെഡിയായി. നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മീൻ ഫ്രൈ കുറച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് മത്തിമീൻ കിട്ടിയിട്ടുണ്ട്, നല്ല മത്തിമീൻ. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ഞാനിവിടെ മീനെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല മത്തിമീനാണ് കേട്ടോ, നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ ഇതും കൂടിയുണ്ട്. ഇതൊക്കെ നല്ലോണം കിട്ടി. മുട്ട പഞ്ഞി എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ പഞ്ഞിയും ഉണ്ട് ഇതിൽ, നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ മത്തി മീൻ വറുത്തതാണ്. ഞാനിവിടെ മീനെല്ലാം നല്ല പോലെ വരഞ്ഞതിന് ശേഷം ഞാനിവിടെ മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത്. അപ്പം ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണം. ഞാൻ ഇതിലേക്ക് ചേർത്ത മസാലകൾ ഞാൻ പറയാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഒരു പിഞ്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കുക, പിന്നെ കുറച്ച് കുരുമുളക് പേസ്റ്റും കൂടി കുറച്ച് ചേർക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നല്ല പോലെ ഇവിടെ മസാല പിടിപ്പിച്ച് വെച്ചതാണ് ഇവിടെ. അപ്പോൾ ഇത് ഇവിടെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് അരമണിക്കൂറിലധികമായി കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീനിങ്ങനെ ഫ്രൈ ആയി വരുന്നു. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കുറച്ചുകൂടി ഞാനിവിടെ മീൻ വറക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ മീനിൻ്റെ എന്ത് വിഭവങ്ങളും വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ലേശം കൂടി. അപ്പോൾ അങ്ങനെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയും റെഡിയായി. ഇനി ഇതൊന്നും ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ, ഫിഷ് റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.
അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.